ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉള്ളിയൊന്നും ഉപയോഗിക്കാതെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല കൂട്ടം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 1.5 തക്കാളി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു പീസുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. കൂടെ തന്നെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ 2 എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി വരെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം അണ്ടിപ്പരിപ്പും കൂടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കാനായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുക്കുകയാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. കൂടെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ തക്കാളിയിലുള്ള വെള്ളം തന്നെ ധാരാളം മതിയാവും. എന്നാൽ ശരി, നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏത് കുക്കിംഗ് ഓയിലാണോ എടുക്കുന്നത് ആ ഒരു എണ്ണ തന്നെ എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോളിഫ്ലവറാണ്. ഒരല്പസമയം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടുള്ള ആ ഒരു കോളിഫ്ലവറാണ് ചേർക്കുന്നത്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കോളിഫ്ലവർ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ വലിയ പീസാക്കിയിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും ആ ഒരു മീഡിയം സൈസിൽ തന്നെ അതുണ്ടാവും. ഇനി വേണ്ടത് ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ നല്ല വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ആ ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും പുറംഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങണം. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതിന്നും കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ എണ്ണ ചേർത്തിട്ട് വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവറിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും പുറംഭാഗമൊക്കെ ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് വറുത്ത് കോരിയ ബാക്കി എണ്ണയിലേക്ക് ഒരു 3 ഗ്രാമ്പും 2 ഏലക്കയും ഒരല്പം വഴനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി, മുഴുവൻ പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. മസാലയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറണം. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തിലും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇതിലേക്ക് ആ ബാക്കിയുള്ള എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്ത 2-3 ടേബിൾ സ്പൂൺ വെള്ളവും തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തേക്കണം. ഡയറക്റ്റായിട്ട് മസാലപ്പൊടികൾ ചേർക്കരുത്. ഇതുപോലെ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വേണം ചേർത്ത് ഇങ്ങനെ വേണം ഒന്ന് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നന്നായിട്ട് തന്നെ തക്കാളിയിലെ വെള്ളവും നമ്മളിതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്ത വെള്ളവും എല്ലാം ഒന്ന് വറ്റി നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് നല്ല രീതിക്ക് നിന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രം ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ചേർക്കാവുന്നതാണ്. 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ വരട്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചേർക്കാവുന്നതാണ്. കൂടെ ഒരു പച്ചമുളകും കൂടി. അപ്പം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെ എരിവ് അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളകിൻ്റെ അളവും കൂട്ടാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ലൂസായിട്ട് വേണം ഉണ്ടാകേണ്ടത്. അതായത് എങ്കിൽ മാത്രമേ നമ്മുടെ കോളിഫ്ലവറിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് ഇതൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മുതൽ 12-13 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ ഈ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. മസാല കംപ്ലീറ്റും കോളിഫ്ലവറിലും ഉരുളക്കിഴങ്ങിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. എന്നാൽ ശരി, ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്കായിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന വെള്ളം എല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് ഇതിനെ കുറുകിയ ഗ്രേവിയാണ് നമുക്കിതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നല്ല കുറുകിയ ചാറാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമ്മുടെ ആ ചെറിയ എരിവും ആ പുളിയൊക്കെ നന്നായിട്ട് ഇതിനൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരല്പം പഞ്ചസാര ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസും കൂടിയാണ്. അപ്പോൾ ഇത് കുക്ക്ഡ് ഗ്രീൻ പീസാണ് കേട്ടോ, നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസോ വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസോ ഉള്ളതാണെങ്കിൽ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ചേർത്ത് ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേവിച്ച ഗ്രീൻ പീസ് ഉള്ളതിൻ്റെ പേരിലാണ് ലാസ്റ്റിൽ ചേർക്കുന്നത്. അതല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് ഏകദേശം 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ ഗ്രേവിയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അറിയിച്ചിരിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളതിൻ്റെ പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.